ഹലോ ഫ്രണ്ട്സ്, ഡേയ്സ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞ് ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു കുറച്ച് ദിവസം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും നമ്മുടെ സ്റ്റഡിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു കട്ടൻ ചായയും ബ്രെഡ് ടോസ്റ്റൊക്കെ കഴിച്ച് നമ്മുടെ PSC ബുള്ളറ്റിൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഇനിയിപ്പോൾ വരുന്നത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാനാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷോർട്ടായിട്ടായിരിക്കും നമ്മൾ ഡെയിലി ആ ഒരു ചലഞ്ച് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻലി അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ ചലഞ്ച് ഇന്നത്തെ ഡേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അടുത്ത നാളെ ആയിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല, കാരണം നമ്മൾ എക്സാമിന് കുറച്ച് മുന്നേ തീരുന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 30 ദിവസം ആണ് നമുക്കിനി ഉള്ളത്. പിന്നെ ഒരു 4-5 ദിവസം റിവിഷനും കൂടി കണക്കാക്കിയാണ് ഞാൻ ഈ ഒരു 30 ദിവസത്തെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇന്നത്തെ ദിവസം ഞാൻ IT എന്നാണ് ഇട്ടേക്കുന്നത്. അതിൽ 1/3 എന്ന് ഇട്ടാൽ 3 ദിവസമാണ് നമ്മൾ IT വേണ്ടി വെച്ചേക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഡേ ആയിരിക്കും ഇന്ന്. അപ്പോൾ ഇനി IT ഒരു 2 ദിവസം കൂടി ബാക്കിയുണ്ടാവും. ആ ഒരു ഒന്നാമത്തെ ദിവസം എന്ന് വെച്ചാൽ നമ്മൾ IT കംപ്ലീറ്റ് പോർഷൻ എടുക്കുക. അതിൽ മൂന്ന് ഭാഗമായിട്ട് എടുക്കുക. അതിൽ ഒരു ഭാഗം പഠിച്ചു തീർക്കുക എന്നായിരിക്കും. ആ ഒരു IT മാത്രമല്ല, മലയാളം, മാത്സ്, ഇംഗ്ലീഷ് അത് ഡെയിലി നമ്മൾ പഠിക്കേണ്ടതാണ്. ജസ്റ്റ് ഞാൻ ടോപ്പിക്ക് എന്താണെന്നൊന്നും പറയുന്നില്ല. അത് നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ നോക്കുക. നമുക്ക് അറിഞ്ഞുകൂടാത്ത പോർഷൻസ് നോക്കുക. അപ്പോൾ IT ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പഠിക്കാനില്ല. അപ്പോൾ നമുക്ക് അതിന് പകരം മലയാളം, ഇംഗ്ലീഷ്, മാത്സൊക്കെ വരുമ്പോൾ മാത്സൊക്കെ കുറച്ച് കൂടുതൽ പഠിക്കാം ആ ദിവസം അല്ലേ. പിന്നെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ കറണ്ട് അഫേഴ്സിനാണ്. നല്ല 20 മാർക്കിനൊക്കെ കറണ്ട് അഫേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് കറണ്ട് അഫേഴ്സ് നമ്മൾ ഡെയിലി നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഡെയിലി ന്യൂസ് പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു സീരീസ് കണക്കൊരു ഷോർട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ നോക്കുക. അത് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് കറണ്ട് അഫയേഴ്സിന് മാർക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ കറണ്ട് അഫയേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മേജറായിട്ടുള്ള ഒരുവിധം എല്ലാ കറണ്ട് അഫയേഴ്സും, അതായത് ഇപ്പോൾ സിംഗിൾ ആൻസർ, ഇന്ന സ്ഥലം എവിടെ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഇതുണ്ട്. പിന്നെ അല്ലാതെ നമ്മുടെ ഒളിമ്പിക്സ്, അവാർഡ്, അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് വരും. അപ്പോൾ അതെല്ലാം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മന്ത്രിമാരുടെ പേര്, വിദേശകാര്യ സെക്രട്ടറി, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടല്ലോ, അതും ഒക്കെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ നോക്കുക. ഓരോരോ അധികാരികൾ, അതെല്ലാം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ നോക്കുക. പിന്നെ മലയാളം, ഇംഗ്ലീഷ് അത് ഒരു ടോപ്പിക്കെങ്കിലും ഒരു ദിവസം തീർക്കാൻ നോക്കാം നമ്മൾ. ഇനി വളരെ കുറച്ച് സമയമല്ലേ ഉള്ളത്. അപ്പം നിങ്ങളുടെ വീക്ക് ഏതെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് ആ ഒരു വീക്ക് ആയിട്ടുള്ള ടോപ്പിക്ക്, ഇപ്പോൾ മലയാളത്തിൽ സന്ധിയാണ് ഇഷ്യൂ എങ്കിൽ ആ ഒരു ടോപ്പിക്ക് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു സന്ധി കംപ്ലീറ്റ് ഒരു ദിവസം കൊണ്ട് നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും 2 സന്ധി അല്ലെങ്കിൽ ഒരു സന്ധി ഒരു ദിവസം നോക്കുക. ലോപസന്ധി മാത്രം അങ്ങനെ പഠിക്കാൻ നോക്കുക. പിന്നെ മെയിൻ ടോപ്പിക്കായുള്ള ഇപ്പോൾ IT ഞാൻ ആദ്യം എടുത്തത് തന്നെ അതൊക്കെ നമ്മൾ പിന്നും ഒരുവിധം അറിയാവുന്നതായതുകൊണ്ട് നമുക്ക് അങ്ങ് പഠിച്ച് മാറ്റി വയ്ക്കാം അല്ലേ. പിന്നീട് വരുന്നത് നമുക്ക് മറക്കാണ്ടിരിക്കണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവർ ഇനിയെങ്കിലും ഈ ഒരു 30 ദിവസം നന്നായിട്ട് മെനക്കെട്ട് പഠിക്കാൻ നോക്കുക. അപ്പോൾ ഈ ഒരു അറിയിക്കാനായിട്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനി നമ്മൾ അല്ലാതെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.